ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു മുട്ടയും ഒരു കപ്പ് റവയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കതിനായിട്ട് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുത്തിട്ടുള്ള റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു റവ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ഏലക്കൊന്ന് ചതച്ചിട്ട് അതിൻ്റെ ഒരു സീഡ്സും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ആദ്യം തന്നെ ഈ ഒരു മുട്ടയും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് റവയോട് കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മൊത്തത്തിലൊന്ന് ആ മുട്ടയും തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മുഴുവനും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് 1 കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 2 ശർക്കര ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്തതാണ്. അതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നമുക്കൊരു സ്പൂണ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി ലെവൽ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു നുള്ള് സോഡപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം സോഡപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു സോഡപ്പൊടി എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ലൂസിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു വെള്ളപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു കുഴിയുള്ള ചീനച്ചട്ടി എടുത്താലും മതി. എന്നിട്ട് ജസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളൊക്കെ ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു അര മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഒരു അര മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കുക. അടിഭാഗം കരിഞ്ഞു പോകരുത്. ഇനിയിപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു അര മിനിറ്റ്, എല്ലാം കൂടി ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഓരോ തവി ഒഴിച്ചിട്ട് അടിച്ചു വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഏറ്റവും കുറഞ്ഞ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ചുട്ടെടുക്കാൻ, അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു വരും. അപ്പോൾ ഇതും വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുറഞ്ഞ ഓയിലിൽ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഒരു കാലത്തപ്പത്തിൻ്റെ ഒക്കെ അതേ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. റവയും മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. Thank you.